Hi friends, welcome to D Indian Cuisines. നമ്മുടെ ഇന്നത്തെ റെസിപ്പിയാണ് കാര പൂരി. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടീ ടൈം സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ പൂരി വന്നിട്ട് അല്പം സ്പൈസി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കാര പൂരി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ ഓമം എടുത്തിട്ടുണ്ട്, പിന്നെ എടുത്തേക്കുന്ന 1 സ്പൂൺ മുഴുവൻ കുരുമുളക് ക്രഷ് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ എടുക്കണം, കുരുമുളക് പൊടി യൂസ് ചെയ്യരുത്, കുരുമുളക് ക്രഷ് ചെയ്ത് വേണം എടുക്കാൻ. പിന്നെ 1 സ്പൂൺ ജീരകം, പിന്നെ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഉപ്പും വറുക്കാൻ പാകത്തിനുള്ള എണ്ണയും. അപ്പോൾ നമുക്കിനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് മൈദ ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഓമം, 1 ടീസ്പൂൺ ജീരകം, പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ പൂരിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ വെള്ളം ഒഴിച്ച് ഇതിന് നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പം നമ്മളിവിടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം വേണമെങ്കിൽ ഇതൊരു 15 തൊട്ട് 30 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുക്കാം, കുഞ്ഞു കുഞ്ഞു ബോൾസ് എടുത്തിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലിയ ബോൾ എടുത്ത് ഇത് വലുതായിട്ട് പരത്തിയതിന് ശേഷം ഒരു റൗണ്ട് കട്ടർ വെച്ച് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഡയമണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ ഈ റെസിപ്പിയുടെ പേര് പൂരി എന്നാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പൂരിയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് പരത്തിയതിന് ശേഷം ഒരു നൈഫോ എന്തെങ്കിലും ഫോർക്കോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് നമുക്ക് വറുക്കുമ്പോഴത്തേക്ക് ഇത് പൊങ്ങി വരാൻ പാടില്ല, കാരണം എന്നാലും നമുക്കിത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. നമുക്കിനി എണ്ണ ചൂടായതിന് ശേഷം ഓരോ പൂരിയും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്, അല്ലാന്നുണ്ടെങ്കിൽ പൂരി എളുപ്പം കരിഞ്ഞും പോവും, അതിൻ്റെ അകം വേവില്ല. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പതുക്കെ ഫ്രൈ ചെയ്തെടുക്കുക. നമുക്കിത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. കാരണം ഇത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഒരാഴ്ച വരെ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് തൊട്ട് നോക്കി അറിയാം, ഇച്ചിരി ഹാർഡ് ആകുമ്പോഴത്തേക്കും നമുക്കിത് പതുക്കെ കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള പൂരിയും ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മെഷർമെൻറ്റ് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 10 പൂരി വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരാഴ്ച വരെയൊക്കെ ഇത് യൂസ് ചെയ്യാം. നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ദിവസവും ചായയുടെ കൂടെ ഒരു സ്നാക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്, അതുപോലെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. Also please like, subscribe and press the bell icon for regular updates. Thank you for watching.